ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും ഈ അനന്തപത്മനാഭ ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 1-2 ആഴ്ചകളായിട്ട് ഒരു താൽക്കാലിക വിരാമം ഇട്ടിരുന്നു നമ്മുടെ ക്ലാസ്സിന്. കാരണം ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്തിനാണ് അത് പഠിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പം അതിൻ്റെ പ്രാവർത്തികമായിട്ടുള്ള ഒരു ആഴ്ചകളായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട്. കാരണം നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വലിയ ഫെസ്റ്റിവൽസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? ബലരാമ ജയന്തി ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ഭാഗവതത്തിൽ പഠിക്കാൻ പോകുന്നതും പഠിച്ചു കഴിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ഭഗവാന് സേവനം ചെയ്യുന്നതിലൂടെ. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ആ 2 ദിവസങ്ങളും വളരെ പെട്ടെന്ന് തന്നെ കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും നമ്മൾ നമ്മുടെ ഭാഗവത കഥാശ്രവണത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് എന്ന് ഞാൻ ചെറുതായി ഒരു സംക്ഷിപ്തം പറയാം. നമ്മൾ ശ്രീമദ് ഭാഗവതം തുടങ്ങിയിട്ട് ഏകദേശം 9-ാമത്തെയോ 10-ാമത്തെയോ ക്ലാസ്സാണിത്. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ 1-ാമത്തെയും 2-ാമത്തെയും ചാപ്റ്റേഴ്സ് അധ്യായങ്ങൾ കഴിഞ്ഞു. 3-ാമത്തെ അധ്യായം വന്നിട്ട് കൃഷ്ണൻ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 5-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ പലതരത്തിലുള്ള പുരുഷ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. നിങ്ങളത് കേട്ടു. ക്ഷീരോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു എന്ന 3 ഭഗവാന്റെ പുരുഷ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ സൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിലെ ഋഷിമാരോട് അവർ ചോദിച്ച ആ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാന്റെ പുരുഷ അവതാരങ്ങൾ എന്തൊക്കെ, ലീലാവതാരങ്ങൾ എന്തൊക്കെ എന്നതാണ് ആ 4ഉം 5ഉം ചോദ്യങ്ങൾ. അപ്പം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇത്. 5-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞത്. 6-ാമത്തെ ശ്ലോകം മുതൽ പലതരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് സംക്ഷിപ്തമായിട്ട് നമുക്ക് അതും കൂടി പറയാം. പുരുഷ അവതാരങ്ങൾ നിങ്ങൾ കേട്ടു. ലീലാ അവതാരങ്ങൾ, വിവിധ തരം ലീലയ്ക്ക് വേണ്ടി ഭഗവാൻ വന്നിട്ട് അവതരിക്കുന്നതിനാണ് ലീലാ അവതാരങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വരാഹാവതാരം, മത്സ്യാവതാരം, നൃസിംഹാവതാരം, ഇതൊക്കെ മോഹിനി മൂർത്തി, ഇതെല്ലാം ഭഗവാന്റെ ലീലാവതാരങ്ങൾ എന്ന് പറയപ്പെടും. ഗുണ അവതാരങ്ങൾ 3-ാമത്തെ കാറ്റഗറിയിലുള്ളതാണ്. ഗുണാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും അതിന്റെ സ്ഥിതിക്കും പാലനത്തിനും വേണ്ടിയിട്ട് ഭഗവാൻ എടുക്കുന്ന അവതാരങ്ങളെയാണ് ഗുണാവതാരങ്ങൾ. 3 ഗുണങ്ങൾക്ക് അധിപന്മാരായിട്ട് വർത്തിക്കുന്ന ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻസ് ആണ് ഈ 3 പേരും. ഇനി മന്വന്തര അവതാരങ്ങൾ, 4-ാമത്തെ മന്വന്തര അവതാരങ്ങൾ. നമുക്കറിയാം ബ്രഹ്മദേവന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ്. ചതുർയുഗങ്ങൾ എന്ന് പറഞ്ഞാൽ 4 എന്താണ്? സത്യം, ത്രേത, ദ്വാപര, കലി. ഈ 4 യുഗങ്ങളെ 1000 കൊണ്ട് ഗുണിച്ചാൽ എത്ര വർഷങ്ങളുണ്ടോ, ഓരോ യുഗത്തിനും ഓരോ ദൈർഘ്യമുണ്ട്. അത്രയും ഇൻടു 1000 ആണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ദിവസത്തില് 14 മനുക്കളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മനു എന്ന് പറയുന്നത് മാനവ വംശത്തിന്റെ ഏറ്റവും ആദ്യത്തെ പൂർവികനാണ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ മനു എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ ഭൂമിയെ അല്ലെങ്കിൽ ആ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തെ ഭരിക്കുന്ന വ്യക്തിയാണ്. ഈ 14 മനുക്കൾ വന്നിട്ട് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ അപ്പോൾ ഈ 14 മനുക്കൾ ഉണ്ടെങ്കിൽ 71 ചതുർയുഗങ്ങളാണ് ഒരു മനുവിന്റെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവിത ദൈർഘ്യത്തില് ഓരോരോ മനുക്കളുടെയും സമയത്ത് ഭഗവാൻ അവതരിക്കും. അതിനെയാണ് മന്വന്തര അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ പേര് മാത്രം നമുക്ക് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് യുഗാവതാരം എന്ന് പറയും. 5-ാമത്തേത് യുഗാവതാരം. നിങ്ങൾക്കറിയാം എന്താണ്? ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമി അഹം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അതേപോലെ തന്നെ
സംഭവാമി യുഗേ യുഗേ, യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് പറയും. സത്യയുഗത്തില്, ദ്വാപരയുഗത്തില്, ത്രേതായുഗത്തില്, കലിയുഗത്തില് എല്ലാം ഭഗവാന്റെ അവതാരങ്ങൾ വരും. 6ാമത്തെ അവതാരം, 5 ലാസ്റ്റ് 1, 6ാമത്തേത് കാറ്റഗറി, അതായത് അതിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ശക്തിയാവേശാവതാരം എന്ന് പറയും. അത് ഭഗവാന്റെ ഫുൾ പൊട്ടൻസി ആ ശക്തിയാവേശ അവതാരങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതൊരു ജീവാത്മാവായിരിക്കും, പക്ഷെ ഭഗവാന്റെ ശക്തി വന്നിട്ട് അവിടെ ആവേശിക്കുക. അതാണ് ശക്തി ആവേശ എന്നതിൻ്റെ അർത്ഥം. ശക്തി ആവേശ അവതാരം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ പരശുരാമനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പരശുരാമൻ വന്നിട്ട് ദുഷ്ടദമന ശക്തി എന്ന് പറയുന്ന ഭഗവാന്റെ ശക്തിയുടെ ആവേശം എന്ന് പറയുന്നു. പിന്നെ അനന്തദേവ്, അതായത് ശേഷനാഗം, അനന്തൻ എന്ന് പറയുന്നത് ഭൂധാരണ ശക്തിയുടെ ആവേശം. അതായത് ആ ഭൂധാരണ ശക്തിക്ക് വേണ്ടിയാണ് ഭഗവാൻ വന്നിട്ട് അനന്തദേവനായിട്ട് വരുന്നത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയാണ് അവതാരങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ വരെയാണ് പഠിച്ചത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 6 മുതൽ 27 വരെ ശ്ലോകങ്ങളിൽ വളരെ ഈ എന്താണ്, ഭഗവാന് എണ്ണമറ്റ അവതാരങ്ങളുണ്ട് എന്ന് പറയും. ആ എണ്ണമറ്റ അവതാരങ്ങളിൽ കുറച്ച് പേരെടുത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്താണ് ആ ദശാവതാര സ്തോത്രത്തിൽ, ജയദേവ കവികളുടെ ദശാവതാര സ്തോത്രത്തിൽ 10 അവതാരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും 10 അവതാരങ്ങളെ കുറിച്ച് അറിയാം. പക്ഷെ ഭഗവാന് 10 അവതാരങ്ങൾ മാത്രമല്ല ഉള്ളത്. അതിലും നമ്മൾ അറിയുന്ന ഈ 10 അവതാരങ്ങളുടെ പേരല്ല നിങ്ങൾ ഇതിനകത്ത് കേൾക്കാൻ പോകുന്നത്. ഈ 22 അവതാരങ്ങൾ വന്നിട്ട് പല ഗണത്തിൽ പെടുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പുരുഷാവതാരങ്ങളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലീലാവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ, ഗുണാവതാരങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണ് ശക്തിയാവേശ അവതാരങ്ങൾ. ഇവരെല്ലാം ആ ഗണത്തിലെല്ലാം പെടുന്ന പലതര അവതാരങ്ങളുണ്ട്. അവരെയൊന്നും കാറ്റഗറൈസ് ചെയ്തിട്ടല്ല പറയുന്നത്, ക്രമീകരിച്ചിട്ട് ഇന്ന അവതാരം എന്നല്ല പറയുന്നത്. അതും ആദ്യത്തെ അവതാരം ഇതാണ്, 2ാമത്തെ അവതാരം ഇതാണ് എന്നും അല്ല പറയുന്നത്. ആ ഡിസ്ക്രിപ്ഷൻ വരുന്നത് പേരെടുത്ത് പറയുന്ന 22 അവതാരങ്ങളെ കുറിച്ചാണ്. അതിൽ പലരുടെയും പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് കേൾക്കുമ്പോൾ അത് ഭഗവാന്റെ അവതാരമായിരുന്നോ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. ആര്? സൂത ഗോസ്വാമി അവതാരങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് നൈമിഷാരണ്യത്തിലെ ഋഷിമാർക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനെയും ഗുരുവിനെയും സ്മരിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീര വനചാരി. ജമുനാ തീര വനചാരി. जय राधा माधव कुंज बिहारी गोपी जन वल्लभा गिरिवरधारी। जय राधा माधव कुंज बिहारी गोपी जन वल्लभा गिरिवरधारी। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम। जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय। जय जय प्रभुपाद 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 जय जय प्रभुपाद। जय जय गुरुदेव
गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ആറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ കൊല്ലത്തു നിന്ന് വന്ന നിങ്ങൾ ഓരോരുത്തരെയും കണ്ടു. അപ്പോൾ മാതാജി പറഞ്ഞു നമ്മൾ പതുക്കെ വായിക്കണം, അതായത് ശ്ലോകങ്ങൾ മനസ്സിലാക്കി പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ അങ്ങനെ തന്നെയാണ് വായിക്കാൻ പോകുന്നത്. പതുക്കെ നമുക്ക് ഓരോരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പോകാം. കുറച്ച് നീണ്ടുപോകും, എന്നാലും സാരമില്ല, നമുക്ക് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പോകാം. ആറാമത്തെ ശ്ലോകം. സയേവ പരമം ദേവ സയേവ പ്രഥമം ദേവ കൗമാരം സർഗമാശ്രിതഃ ചചാര ദുശ്ചരം ബ്രഹ്മചര്യം അഖണ്ഡിതം. स एव प्रथमं देव कौमारं सर्गमाश्रितः चचार दुश्चरं ബ്രഹ്മചര്യം അഖണ്ഡിതം. ഇവിടെ പ്രഥമം ആദ്യമായി പറയുന്ന അവതാരങ്ങളെ കുറിച്ച് എന്നാണ്. ആദ്യത്തെ അവതാരം എന്ന് പറയുന്നില്ല, ആദ്യമായി പറയാൻ പോകുന്ന അവതാരങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ട് അല്ലെ, എന്താണ് അതിന്റെ അർത്ഥം? സൃഷ്ടിയുടെ ആരംഭത്തിൽ. സ ഏവ പ്രഥമം ദേവഃ. ദേവ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാൻ, സുപ്രീം പേഴ്സണാലിറ്റി. പ്രഥമം ആദ്യമായിട്ട്. കൗമാരം സർഗമാശ്രിതഃ. എന്താണ്? സർഗത്തിന്റെ, അതായത് സൃഷ്ടിയുടെ ആരംഭത്തില്. ആരാണ് ആദ്യമായിട്ട്? ഭഗവാന്റെ അവതാരങ്ങൾ. ഏത് അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്? കുമാരന്മാർ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ബ്രഹ്മദേവനുണ്ടായ 4 പുത്രന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ബ്രഹ്മദേവന്റെ 4 പുത്രന്മാർ വളരെ വിശേഷപ്പെട്ടവരാണ്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് അവരുടെ പ്രത്യേകത? ചചാര ദുശ്ചരം ബ്രഹ്മചര്യം അഖണ്ഡിതം. ദുശ്ചരമായിട്ടുള്ള, അഖണ്ഡിതമായിട്ടുള്ള ബ്രഹ്മചര്യത്തിൽ ഉറച്ചു നിന്നിരുന്ന അവർ നിരപേക്ഷ സത്യസാക്ഷാത്കാരത്തിനായി കഠിന തപസ്യകൾ അനുഷ്ഠിച്ചു. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അവരെ കുറിച്ച്. ആരെ കുറിച്ച്? കുമാരന്മാരെ കുറിച്ച്. സനകാദികൾ എന്ന് നമ്മൾ പറയും. സനത് കുമാര, സനന്ദ, സനാതന, സനക. സനാതന, സനത് കുമാര, സനന്ദ. ഈ 4 പേരെയാണ് ബ്രഹ്മദേവന്റെ 4 കുമാരന്മാർ എന്ന് പറയുന്നത്. അവർ ആക്ച്വലി, ബ്രഹ്മദേവൻ എന്തിനാണ് അവരെ സൃഷ്ടിച്ചത്? ഭൂമിയിൽ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ വന്നിട്ട് പ്രജാസൃഷ്ടി നടത്താൻ വേണ്ടിയിട്ടാണ്, പ്രജാപതിമാരാവാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരിൽ നിന്നുമാണ് അടുത്ത എന്താണ് ജീവാത്മാക്കൾക്കുള്ള ശരീരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വരേണ്ടിയിരുന്നത്. പക്ഷേ ഈ കുമാരന്മാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് ബ്രഹ്മദേവന്റെ പുത്രന്മാരായി ജനിച്ചപ്പോൾ തന്നെ ബ്രഹ്മൻ റിയലൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3 തരത്തിൽ ഭഗവാനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? റിയലൈസ് ചെയ്യാം. ആദ്യത്തേത് അവ്യക്തിഗത ബ്രഹ്മം, രണ്ടാമത്തേത് സ്ഥാനീയ പരമാത്മാവ്, മൂന്നാമത്തേത് ഭഗവാൻ. ഈ കുമാരന്മാർ വന്നിട്ട് ഭയങ്കര ജ്ഞാനികളായിരുന്നു. ജ്ഞാനം കൊണ്ട് അവസാനം അവരാരെ മനസ്സിലാക്കി? പരമദിവ്യോത്തമ പുരുഷന്റെ ബ്രഹ്മൻ, അതായത് രൂപമില്ലാത്ത ആ ഒരു ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു പ്രകാശത്തെ, ബ്രഹ്മൻ എഫൾജൻസ് അല്ലെങ്കിൽ ബ്രഹ്മ ജ്യോതി എന്നൊക്കെ നമ്മൾ പറയും. ആ സാക്ഷാത്കാരം സിദ്ധിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വളർച്ചയിൽ എന്താണ്, പൂർണ്ണ വളർച്ചയെത്തുക, വിവാഹം കഴിക്കുക, പുത്രനെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ പുത്രിമാരെ ഉൽപ്പാദിപ്പിക്കുക, ഭൗതികതയിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല.
അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? ഈ ബ്രഹ്മദേവനോട് എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള ഈ ഒരു കെട്ടുപാടുകളിൽ ബന്ധനത്തിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് 5 വയസ്സിന് മേലെ ഞങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്? ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, അതും അഖണ്ഡിതമായിട്ടുള്ള ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? നമ്മൾ വളരും തോറും ഭൗതിക സാഹചര്യങ്ങളും നമ്മളുടെ ശാരീരികമായിട്ടുള്ള സാഹചര്യങ്ങളും മാറും. തീരെ ചെറിയ കുട്ടികൾക്ക് അറിയില്ല എന്താണ് സ്ത്രീലിംഗം, പുല്ലിംഗം എന്താണ്, വികാരങ്ങൾ എന്താണ്, ലസ്റ്റ് എന്താണ്, ഇതൊന്നും തീരെ ചെറിയ കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവരെ നമ്മൾ നിഷ്കളങ്കർ എന്ന് വിളിക്കുന്നത്, കളങ്കമില്ലാത്തവർ എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമ്മളുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയും മാനസികമായിട്ടുള്ള വളർച്ചയും അനുസരിച്ച് എന്തുണ്ടാകും? നമ്മൾക്ക് ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ പെട്ട് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ബന്ധപ്പെട്ട് പോവാൻ വേണ്ടിയിട്ട് ഇവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവർ എന്ത് ചെയ്തു? അഖണ്ഡ ബ്രഹ്മചര്യം, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ആ കുമാരന്മാരെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ആദ്യമായിട്ട് സൂത ഗോസ്വാമി ഭഗവാൻ 22 അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരങ്ങൾ ഈ 4 പേരെയും ഒരുമിച്ചാണ് കണക്കാക്കുന്നത്. മഹാജനങ്ങളിൽ പെട്ട 4 പേരാണ് ഇവർ. അവരെ ഒരുമിച്ചാണ് ഈ 12 മഹാജനങ്ങളിൽ പെട്ടവരാണ് ഈ കുമാരന്മാർ. അതായത് അതോറിറ്റി, ഭക്തിയുടെ അല്ലെങ്കിൽ വൈദിക സാഹിത്യത്തിന്റെ അതോറിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ മാനിക്കുന്ന 12 പേരില് ഒരാളെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. സനത് കുമാരന്മാരാണ്. ഇവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കേൾക്കും. എവിടെ? അടുത്ത ക്യാൻറ്റോസിൽ അല്ലെങ്കിൽ കാണ്ഡങ്ങളിൽ കേൾക്കും. എങ്ങനെയാണ് ബ്രഹ്മൻ റിയലൈസേഷൻ, അതായത് എന്താണ് അവ്യക്തിഗതമായിട്ടുള്ള ബ്രഹ്മത്തിലാണ് അവർക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എങ്ങനെയാണ് അവർ വൈകുണ്ഠ ലോകത്തിൽ ചെല്ലുന്നത് എന്നും ആ വൈകുണ്ഠ ലോകത്തിൽ ചെന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന തുളസിയുടെ മണം അവരുടെ നാസാഗ്രത്തിൽ കയറി അവരുടെ ശരീരത്തിൽ എന്താണ് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതാണ്. അതുപോലെയുള്ള ശ്ലോകങ്ങളൊക്കെ അതിനകത്തുണ്ട്. നമുക്ക് ഇനി അടുത്ത കാണ്ഡങ്ങളിൽ കാണാൻ പോകുന്ന കാഴ്ചയാണ് അതെല്ലാം. 3ാമത്തെ ക്യാൻഡോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിക്കുന്ന കാര്യങ്ങളാണ് ഈ കുമാരന്മാരെ കുറിച്ച്. അവിടെയെല്ലാം നമ്മൾ കുമാരന്മാരെ കുറിച്ച് കേൾക്കും. ഇപ്പോൾ വളരെ സംക്ഷിപ്തമായിട്ട് മാത്രമേ. എന്തിനാണ് കുമാരന്മാർ വന്നത്? നിരപേക്ഷ സത്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ, അഖണ്ഡ ബ്രഹ്മചര്യം വന്നിട്ട് അനുഷ്ഠിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ കുമാരന്മാരായിട്ട് തന്നെ ഇരുന്നു. അവർക്ക് വളർച്ച ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിച്ചില്ല. അവരുടെ തപശക്തി കൊണ്ട് 5 വയസ്സിൽ കൂടുതൽ അവർ വളർന്നു ഇല്ല. അതാണ് ആദ്യത്തെ ശ്ലോകം, അതായത് 6ാമത്തെ ശ്ലോകത്തിൽ പറയും. അടുത്ത ശ്ലോകത്തില് ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹിം ഉദ്ദിശ്യാൻ ഉപാദത്ത യജ്ഞേശ സൗകരം വപുഹു. ഇനി ആരെ കുറിച്ചാണ് പറയുന്നത്? ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹിം ഉദ്ധരിഷ്യന്നുപാദത്തെ യജ്ഞേശ ശൗകരം വപുഹു. എന്താണ് അടുത്ത അവതാരത്തിനെ കുറിച്ച് പറയുന്നത്? ദ്വിതീയം, രണ്ടാമത്തെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ അവതാരത്തെ കുറിച്ച് സൂത ഗോസ്വാമി പറയുന്നു. തു ഭവായ. എന്തിനാണ് ഭവായ എന്ന് പറഞ്ഞാൽ? ക്ഷേമത്തിനായി. ഭവായ അസ്യ, ഈ ഭൂമിയിൽ എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ക്ഷേമത്തിനായിട്ടാണ് ഭഗവാൻ അടുത്ത അവതാരം എടുക്കുന്നത്. എന്താണ് ഭൂമിക്ക് പറ്റിയത്? രസാതലഗതാം. രസാതലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലുള്ള, നമ്മൾ 3 ലോകങ്ങൾ എന്ന് പറയും. എന്താണ്? ഭൂമി, മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറയും. ഇതിന്റെ മേലെ ഭൂവർ സ്വ എന്ന് പറയുന്ന 3 മേലേക്കുള്ളത്. ഭൂമി, അതിന്റെ മേലെ ഭൂവർ ലോകം, അതിന്റെ മേലെയുള്ള സ്വർഗലോകങ്ങൾ. ഇവര് 7 എണ്ണമുണ്ട്. ഇതിന്റെ താഴേക്ക് ഇൻഫീരിയർ പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറയും. താഴേക്കുള്ള ഭൂമിയിനേക്കാളും താഴെയുള്ള പ്ലാനറ്ററി സിസ്റ്റംസ്. അതില് അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറയുന്ന ഇവര് വന്നിട്ട് എന്താണ് അന്ധകാരത്തിലാണ്ട് കിടക്കുന്ന ഗ്രഹങ്ങളൊന്നുമല്ല. സുതലം എന്ന് പറയുന്ന ഗ്രഹം വന്നിട്ട് സ്വർഗത്തെക്കാൾ ഓപ്പുലന്റ് ആണെന്നാണ് പറയുന്നത്. വളരെയധികം ഡെവലപ്മെന്റ് ഉള്ള ഗ്രഹങ്ങൾ തന്നെയാണ് ഇത്. പക്ഷെ അവിടെ
താമസിക്കുന്ന ആൾക്കാരുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ മേലെയുള്ള ഗ്രഹങ്ങളിലുള്ള ആൾക്കാരെ പോലെ അല്ല, ഇൻഫീരിയർ കോൺഷ്യസ്നെസ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇൻഫീരിയർ പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഒന്നും കിട്ടാതെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നരകിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ ലോകങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഓപ്പുലന്റ് ആണെന്നാണ് ഇവിടെ വിവരിക്കുന്നത്, പുരാണത്തിൽ വിവരിക്കുന്നത്. ഇതിന്റെ മേലേക്കൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, ജനലോകം, തപോലോകം, മഹർലോകം, സത്യലോകം എന്ന് പറഞ്ഞിട്ട്, സത്യലോകം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറയും. ബ്രഹ്മദേവന്റെ ലോകമാണ് സത്യലോകം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ രസാതലം എന്ന് പറയുന്നത് എന്താണ്? രസാതലഗതാം എന്ന് പറഞ്ഞാൽ രസാതലത്തിലേക്ക് പോയി. എങ്ങനെ പോയി? ഒരു അസുരൻ, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ഒരു അസുരൻ വന്നിട്ട് ഭൂമിയെ, അതായത് മഹിയെ വന്നിട്ട് എവിടേക്ക് കൊണ്ടുപോയി? രസാതലത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ടു. ഇനി ഈ രസാതലം എന്ന് പറയുന്നത് ഇൻഫീരിയർ കോൺഷ്യസ്നെസ് ആണെങ്കിൽ അവിടെ നിന്നും ആ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധരിഷ്യ എന്നാണ് പറയുന്നത്. എന്താണ് ഉദ്ധരിഷ്യ? ഉയർത്താൻ വേണ്ടിയിട്ട് ആരാണ് വന്നത്? യജ്ഞേശ. യജ്ഞേശ എന്ന് പറഞ്ഞാൽ ആരാണ്? പരമദിവ്യോത്തമ പുരുഷൻ, എല്ലാ യജ്ഞത്തിന്റെയും ഭോക്താവ് എന്ന് പറയും. എങ്ങനെ? എവിടെയെങ്കിലും താഴെ വീണ് കിടക്കുന്ന ഒരു അതായത് വളരെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുക എന്ന് വേണമെങ്കിൽ പറയും. ഈ ഇൻഫീരിയർ കോൺഷ്യസ്നെസ് ആയതുകൊണ്ട് തന്നെ രസാതലം, മഹാതലം, പാതാളം എന്നൊക്കെ പറയുന്നത് ആസുരിക ലോകങ്ങളാണെന്നാണ് പറയുന്നത്. അവിടെ പോയി എങ്ങനെയാണ് ഈ ഭൂമിയെ എന്ത് ചെയ്യുക? ഉയർത്തിക്കൊണ്ടുവരിക. ഭഗവാൻ അതിന് തക്കതായിട്ടുള്ള ശരീരം എടുത്തു എന്നാണ് പറയുന്നത്. ശരീരം സ്വീകരിച്ചു, അതായത് അവതാരം സ്വീകരിച്ചു. ഭഗവാൻ ശരീരം സ്വീകരിക്കുകയല്ല, അവതാരം സ്വീകരിക്കുക എന്ന് പറയുന്നു. ഏതവതാരം? സൗകരം വപുഹു. സൂക്കര എന്ന് പറഞ്ഞാൽ സുസൂക്കരത്തി ഈത്തി സൂക്കര എന്നാണ് പറയുന്നത്. എന്താണ്? മണപ്പിച്ച് കണ്ടുപിടിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വരാഹം, അല്ലെങ്കിൽ എന്താണ് പന്നി എന്ന് നമ്മൾ പറയും. എന്താണ് ചെയ്യുക? അത് ഇങ്ങനെ മണപ്പിച്ച് കണ്ടുപിടിക്കുന്നതിനെയാണ് വരാഹം എന്ന് പറയുന്നത്. പന്നിയെ പോലുള്ള വപു സ്വീകരിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കാണുന്ന ഭൗതിക ലോകത്തിൽ കാണുന്ന ഫിൽത്തി ആയിട്ടുള്ള, അതായത് വളരെ വൃത്തികെട്ട സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പന്നിയാണ് എന്ന് വിചാരിക്കരുത്. ഇത് ആരാണ്? ഭൂമി ദേവിയെ ഉദ്ധരിക്കാൻ വേണ്ടി വന്ന ഭഗവാനാണ്. ഭഗവാൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ പോയാലും അദ്ദേഹം വന്നിട്ട് ആരാണ്? വിശുദ്ധ സത്വമാണ്. അദ്ദേഹത്തിന് ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് അവതാരമാണ്. എന്താണ് അവതാരം? അതായത് ആ പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിന്റെ സ്വധാമത്തിൽ നിന്നും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭൗതിക പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് അവതാരം. നിഷ്പ്രപഞ്ചേ പ്രപഞ്ചോ ഹി അവതരതി ഇതി അവതാരഹ എന്നാണ് പറയുന്നത്. എന്താണ് എന്താണ് പരിധികളില്ലാത്ത ആധ്യാത്മിക ലോകങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതിനെ അവതാരം എന്ന് പറയും. ഇവിടെ എന്തിനാണ് ഇറങ്ങി വന്നത്? രസാതല ഗതാ മഹീം. ആ ഹിരണ്യാക്ഷൻ വന്നിട്ട്, ആ വലിയ അസുരൻ വന്നിട്ട് എന്ത് ചെയ്തു? ഭൂമി ദേവീനെ ഇളക്കി മറിച്ച് എന്ത് ചെയ്തു? ഭൂമി ദേവിയുടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനെ ഇറക്കി മറിച്ച് രസാതലത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ടു. ആ രസാതലം ഫിൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ആസൂരികമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭൂമി ദേവീനെ ഉയർത്തി ഉദ്ധരിഷ്യ. എന്തിനാണ് ഉദ്ധരിഷ്യ? എവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? അതിന്റെ യഥാർത്ഥ സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? സൗകരം വപുഹു. വരാഹമൂർത്തിയെ കുറിച്ചും നിങ്ങൾ കേൾക്കും. 2 തരത്തിലുള്ള വരാഹമൂർത്തിയെ കുറിച്ച് കേൾക്കും. ശ്വേതവരാഹം, രക്തവരാഹം, ഏത് കൽപ്പത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് കേൾക്കും. ഇത് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. ആ വരാഹദേവനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച്, ഭൂമി ദേവിയെ വന്നിട്ട് തന്റെ തേറ്റമേല് പൊക്കിയെടുത്ത് നിൽക്കുന്ന ഭഗവാന്റെ ബ്യൂട്ടീനെ കുറിച്ച് ഒക്കെ ആര് വിവരിക്കും? അടുത്ത കാണ്ഡങ്ങളില് സൂത ഗോസ്വാമി തന്നെ ആരോട് വിവരിക്കും? നമ്മളോട് വിവരിക്കും. ശൗനകാദി ഋഷികളോട് വിവരിക്കും. അപ്പൊ 2ാമത്തെ അവതാരത്തെ കുറിച്ച് പറഞ്ഞു. ആരാണ്? സൗകരം വപുഹു. ഇനി 3ാമത്തേത് തൃതീയം ഋഷിസർഗം വൈ ദേവർഷിത്വം ഉപേത്യ സഹ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമണാം യതഃ. തൃതീയം ഋഷിസർഗം വൈ ദേവർഷിത്വം ഉപേത്യ സഹ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമണാം യതഃ. എന്താണ്?
തൃതീയം നമ്മൾ നേരത്തെ പറഞ്ഞത് കുമാരന്മാരെ കുറിച്ച്, പിന്നെ പറഞ്ഞത് വരാഹമൂർത്തി സൂകര രൂപം അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത് പറയുന്നത് തൃതീയം, തൃതീയ എന്ന് പറഞ്ഞ മൂന്നാമത്തേത് ഋഷി സർഗം. അതൊരു പ്രത്യേക കാലഘട്ടത്തില് എന്നാണ് പറയുന്നത്, ഋഷികളുടെ സഹസ്രവർഷം എന്ന്. പിന്നെ ആരാണ് വന്നത്? ഋഷിമാരിൽ അഗ്രഗണ്യൻ ആരാണ്? ദേവഋഷി എന്ന് പറയപ്പെടുന്നത് ആരാണ്? നാരദ മഹർഷി. നാരദ മഹർഷി ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. കുമാരന്മാരും ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. വരാഹമൂർത്തി ഭഗവാന്റെ ലീല അവതാരമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹിരണ്യാക്ഷനോടുള്ള ആ ഒരു ലീലയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരാഹമൂർത്തി വന്നത്? ഭഗവാന്റെ ലീലാവതാരം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവതാരങ്ങളെല്ലാം ഇന്ന കാറ്റഗറിയിലെന്ന് പറയുന്നില്ല, 22 വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ആരാണ്? ദേവർഷി നാരദൻ. ദേവർഷി നാരദനെ കുറിച്ച് നമ്മൾ തൊട്ടടുത്ത ചാപ്റ്ററിൽ കേൾക്കും. കാരണം ദേവർഷി നാരദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ കഴിവ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. തൊട്ടടുത്ത് തന്നെ അടുത്ത ചാപ്റ്ററിൽ തന്നെ നമ്മൾ നാരദ മഹർഷിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇവിടെ നാരദ മഹർഷി ആരാണ്? ശക്തിയാവേശ അവതാരമാണ്. എന്തിനാണ് നാരദ മഹർഷി? ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. എന്താണ്? ഭക്തിയുത സേവനത്തെയും നൈഷ്കർമ്മത്തെയും വിശദീകരിക്കുന്ന വേദതന്ത്രങ്ങളെ അദ്ദേഹം സംഭരിച്ചു. ഇവിടെ നമ്മൾ കേൾക്കേണ്ട ഒരു ചെറിയ പേരുണ്ട്, നാരദ പഞ്ചരാത്രം എന്ന് പറയും. ഈ നാരദ പഞ്ചരാത്രം എന്ന് പറയുന്നത് ഭക്തിയുത ഭഗവത് സേവനം എങ്ങനെയാണ് പ്രാക്ടിക്കലി അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ്. ആ ദേവർഷി നാരദനാണ് ഈ നാരദ പഞ്ചരാത്രത്തിന്റെ ഉപജ്ഞാതാവ്. എങ്ങനെയാണ് നമ്മളെല്ലാവരും ഭൗതിക ലോകത്തിൽ വരുന്നത്? എല്ലാ ജീവാത്മാക്കളും ഭൗതിക ലോകത്തിൽ വരുന്നത് പലതരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. അത് ഈ ഗുണങ്ങളനുസരിച്ച് സത്വഗുണത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും, രജോ ഗുണത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും, തമോ ഗുണത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും. അതിനനുസരിച്ച് നമ്മൾക്ക് പുണ്യവും പാപവും ഒക്കെ കിട്ടും. ഇതെല്ലാം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഭൗതിക ലോകത്തിൽ തന്നെ ഇതിന്റെ ഈ ചക്രം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വീണ്ടും ജനനം മരണം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവർഷി ആയിട്ട് വന്നിട്ട് നാരദ മഹർഷി എന്ന് പറയുന്ന ശക്തിയാവേശ അവതാരത്തിൽ വന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത്? നൈഷ്കർമ്മ്യം, കർമ്മഫലങ്ങൾ ഉണ്ടാവാത്ത പ്രവൃത്തി. അതെന്താണ്? നമ്മൾ എന്താണ്? നല്ല കർമ്മം അല്ലെങ്കിൽ സത്കർമ്മം എന്ന് പറയും, മറ്റേത് ദുഷ്കർമ്മം എന്ന് പറയും. സത്കർമ്മം ചെയ്താൽ എന്ത് കിട്ടും? പുണ്യം കിട്ടും. ദുഷ്കർമ്മം ചെയ്താൽ എന്ത് കിട്ടും? പാപം കിട്ടും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അടുത്ത ജനന മരണങ്ങൾ എടുക്കേണ്ടി വരും. ഇനി ഇതിനകത്ത് നിന്ന് എങ്ങനെ പുറത്തു പോകാം? നൈഷ്കർമ്മ്യം എന്താണ്? ഫലമില്ലാത്ത കർമ്മം എന്താണ്? അത് ഒരേ ഒരു കർമ്മമേ ഉള്ളൂ, ഭക്തിയുത സേവനം. ഭഗവത് സേവനം എന്ന് പറയുന്നതാണ് കർമ്മഫലങ്ങൾ ഉണ്ടാകാത്ത പ്രവൃത്തി എന്ന് പറയുന്നത്. അത് പ്രത്യേക പ്രവൃത്തി ഒന്നുമല്ല. നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ഒക്കെ തന്നെ എന്താക്കി മാറ്റാം? നൈഷ്കർമ്മ്യമാക്കി മാറ്റാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദേവർഷി നാരദൻ വന്നിട്ട് ഭഗവാന്റെ ശക്തിയാവേശ അവതാരം ദേവർഷി നാരദൻ എന്ത് ചെയ്യുന്നത്? നാരദ പഞ്ചരാത്ര പോലെയുള്ള വിധി നമ്മൾക്ക് തന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ദേവർഷി നാരദനെ മെൻഷൻ ചെയ്യാൻ കാരണം. ദേവർഷി നാരദനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ ഇനിയും കേൾക്കും. അതുകൊണ്ട് ഇവിടെ ഇത്രയും മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് നാലാമത്തേത്. അപ്പൊ നമ്മൾ ഇതുവരെ കുമാരന്മാരെ പറഞ്ഞു, വരാഹമൂർത്തിയെ കുറിച്ച് പറഞ്ഞു, നാരദ മഹർഷി രണ്ട് ശക്തിയാവേശ അവതാരങ്ങളും ഒരാള് ലീലാവതാരവുമാണെന്ന് പറഞ്ഞു. തൂര്യേ, എന്താണ് തൂര്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാലാമത് ധർമ്മകലാസരഗേ നരനാരായണോ ഋഷി ഭൂത്വാത്മോപശമോപേതം അകരോത് ദുശ്ചരം തപഃ. എന്താണ്? തുര്യേ ധർമ്മകലാസർഗേ നരനാരായണോ ഋഷി ഭൂത്വാ ആത്മോപശമോപേതം അകരോത് ദുശ്ചരം തപഃ. അകരോത് ദുശ്ചരം തപഃ എന്താണ്? തുര്യേ. ഇപ്പൊ നമ്മൾ നാലാമത്തെയാണ് പറയുന്നത്. ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ധർമ്മരാജാവിന്റെ ഇരട്ട പുത്രന്മാരായിട്ട് നരനാരായണ ഋഷിമാരായിട്ട് വരും. എന്തിനാണ് വരുന്നത്?
ഈ ഇന്ദ്രിയ നിയന്ത്രണവും തപശ്ചര്യകളും ഒക്കെ മനുഷ്യർ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. ഭഗവാന്റെ അവതാരത്തിന് എല്ലാത്തിനും ഓരോരോ ഉദ്ദേശമുണ്ട്. അപ്പോൾ ഈ നരനാരായണ ഋഷിമാരുടെ അവതാരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തപശ്ചര്യകൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാരായണ ഋഷി എവിടെയാണ്? ബദ്രീനാരായണൻ എന്ന് നമ്മൾ പറയും. ബദ്രീനാഥ്, അവിടെയുള്ള ഭഗവാനെ നമ്മൾ എന്താണ് പറയുക? ബദ്രീനാരായണൻ. ലോർഡ് വിഷ്ണുവിന്റെ ഫോം തന്നെയാണ് ബദ്രീനാരായണൻ എന്ന് പറയും. എന്താണ് ബദ്രീനാരായണൻ? ആരുടെ പുത്രനാണ്? ധർമ്മ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ, നമ്മൾ പറയുന്ന യമധർമ്മന്റെ കാര്യമല്ല, ധർമ്മം എന്ന് പറയുന്നത് ഇനി ഒരു രാജാവിന്റെ പേരാണ്. നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം വന്നിട്ട് നമ്മൾ വിശദമായിട്ട് സൂത ഗോസ്വാമി ഇതിനെല്ലാം ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ധർമ്മ എന്ന് പറയുന്ന ആ രാജാവ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ധർമ്മരാജാവ്, അതായത് യുധിഷ്ഠിരനോ അല്ലെങ്കിൽ ധർമ്മ എന്ന് പറയുന്ന ആ യമധർമ്മനോ അല്ല, ഇത് വേറെ ധർമ്മ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന് 2 പുത്രന്മാർ വന്നു, നരനും നാരായണനും. അപ്പോ നരനും നാരായണനും. പിന്നെ ഭാഗവതത്തില് 4-ാമത്തെയും 5-ാമത്തെയും ഒക്കെ ക്യാൻറ്റോസില് ഇതേ നരനും നാരായണനുമാണ് ഇവിടെ ദ്വാപരയുഗത്തില് കൃഷ്ണനും അർജുനനുമായിട്ട്, നരൻ അർജുനൻ, കൃഷ്ണൻ നാരായണൻ ഇവരായിട്ട് വന്നിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ 4ഉം 5ഉം ചാപ്റ്റേഴ്സിൽ കേൾക്കും. അപ്പോൾ നരനാരായണ ഋഷിമാർ എന്ന് പറയുന്നത് ബദ്രീകാശ്രമം എന്ന് പറയുന്ന ബദ്രീനാഥ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് അനുകരണ അർഹമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നത്, കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബദ്രീനാരായണൻ, നരനാരായണ ഋഷിമാരെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പോ അടുത്ത ശ്ലോകം. അപ്പൊ നമ്മൾ എത്ര അവതാരങ്ങൾ പഠിച്ചു? കുമാരന്മാർ, വരാഹമൂർത്തി, പിന്നെ നാരദ മഹർഷി, നരനാരായണ ഋഷി. ഇനി അടുത്ത പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാച അസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. എന്താണ്? പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാച അസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഇവിടെ ഒരു പ്രത്യേക വാക്ക്, സാഖ്യം എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. 5-ാമത്തെ അവതാരത്തിന്റെ പേരെന്താണ്? കപിലോ നാമ, കപിലദേവൻ. 2 തരത്തിലുള്ള കപിലദേവന്മാരുണ്ട്. ഈ കപിലദേവൻ എന്ന് പറയുന്നത് ദേവഹൂതി എന്ന കർദമമുനിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് പിറന്ന കപിലദേവൻ. ആ കപിലദേവനാണ് ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത്. ഓക്കെ, സിദ്ധേശനാണ്. ഈ കപിലമുനിയെ സിദ്ധേശൻ എന്ന് വിളിക്കാൻ കാരണം ഉത്കൃഷ്ടനായവൻ, പരിപൂർണരിൽ ഉത്കൃഷ്ടനായവൻ എന്നാണ്. സിദ്ധി ലഭിച്ചവരിൽ ഉത്കൃഷ്ടനായവൻ സിദ്ധേശൻ. കാലവിപ്ലുതം പ്രോവാച ആസുരയെ സാഖ്യം. എന്ത് സിദ്ധാന്തം തരാൻ വേണ്ടിയിട്ട്? സാഖ്യ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ. ഇതും നമ്മൾ കാണും 4-ാമത്തെ ക്യാൻറ്റോയില്. കപിലമുനി ദേവഹൂതി മാതാവിന്റെയും കർദമമുനിയുടെയും പുത്രനായിട്ട് കപിലദേവൻ വന്നിട്ട് അവതരിക്കുന്നതും, ആ ദേവഹൂതി മാതാവിന് ഈ കപിലമുനി വന്നിട്ട് സാഖ്യം എന്ന് പറയുന്ന സിദ്ധാന്തം പറഞ്ഞു കൊടുക്കുന്നതും വളരെ വിശദമായിട്ട് 4-ാമത്തെ ക്യാൻറ്റോയിൽ വിവരിക്കുന്നുണ്ട്. ചെറുതായിട്ട് പറഞ്ഞാൽ സാഖ്യം എന്ന് പറയുന്നത് ഈ ഭൗതിക തന്മാത്രകളുടെ ഒരു വിശദീകരണമാണ്. 24 ഭൗതിക മൂലകങ്ങളെ കുറിച്ച് ഭാഗവതത്തിൽ പറയും. നമ്മൾ കേൾക്കും, ഇതെല്ലാം നിങ്ങളെല്ലാം കേട്ട് പേടിക്കണ്ട. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണം, ഇപ്പോൾ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പോകെ പോകെ നമ്മളിത് വീണ്ടും വീണ്ടും കേൾക്കും. സാഖ്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്താണ്? സൃഷ്ടിയുടെ പല ഘടകങ്ങൾ, ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം എന്ന് പറയുന്ന 5 പഞ്ചഭൂതങ്ങൾ, പിന്നെയും ഉണ്ട് കുറച്ച് 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, പിന്നെ ഇതെല്ലാം ചേർന്നിട്ട് 24 മൂലകങ്ങളെ കുറിച്ച് ഭഗവാൻ ഈ
ഭഗവത്ഗീതയിൽ വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്, ഭാഗവതത്തിലും വിവരിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തത്തെയാണ് സാഖ്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും വന്നിട്ട് ഇതിനെല്ലാം ഡിവൈഡ് ചെയ്ത് നമ്മൾ ഈ ഭൗതിക ലോകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ വിശദമായി പഠിച്ചു പോകുമ്പോൾ അവസാനം ഈ മൂലകങ്ങളിലാണ് എത്തി നിൽക്കുന്നത് എന്നാണ് സാഖ്യ സിദ്ധാന്തം പറയുന്നത്. ആ സാഖ്യ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? ആരാണ് പഠിപ്പിച്ചു തരുന്നത്? കപിലമുനിയാണ് പഠിപ്പിച്ചു തരുന്നത്. ഏത് കപിലമുനി? ഭഗവാന്റെ അവതാരമായ കപിലമുനി. ആരുടെ മകൻ? ദേവഹൂതി മാതാവിന്റെയും കർദമ മുനിയുടെയും മകനായിട്ട് പിറന്ന കപിലമുനി. ആ കപിലമുനിയെ കുറിച്ച് നമ്മൾ 4ാമത്തെ കാൻഡോയിൽ ഇനിയും കേൾക്കും. ഓക്കെ, അപ്പോ ഇപ്പൊ കപിലമുനിയെ കുറിച്ച് നമ്മൾക്ക് ഇത്ര മാത്രം മനസ്സിലാക്കാം. ഇനി ഷഷ്ടം അത്രേർ അപത്യത്വം വൃത പ്രാപ്തോ അനസൂയയാ അന്വേക്ഷികീം അലർക്കായ പ്രഹ്ലാദാദിഭ്യ ഊചിവാൻ. എന്താണ് ഷഷ്ടം? 6ാമത്തെ. ആരുടെ മകൻ? അത്രി മഹർഷി, അനസൂയ മാത. ഇവര് രണ്ടുപേരും വളരെ മഹത്തുക്കളായിട്ടുള്ള വ്യക്തികളാണ്. അത്രേരപത്യത്വം. അപത്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രനായി ജനിച്ചു എന്നാണ്. ആര് പ്രാർത്ഥിച്ചതുകൊണ്ട്? വൃഥ പ്രാപ്തിയോ അനസൂയ മാതായും അത്രി മഹർഷിയും പ്രാർത്ഥിച്ചതുകൊണ്ട് അവരുടെ പുത്രനായിട്ട് ആര് ജനിച്ചു? ഭഗവാൻ തന്നെ ജനിച്ചു. പ്രാപ്തമാക്കി. അനസൂയ എന്ന് പറഞ്ഞാൽ ആരാണ്? അത്രി മഹർഷിയുടെ പത്നിയുടെ പേരാണ്. എന്താണ്? അന്വീക്ഷകീം അലർക്കായ പ്രഹ്ലാദ ആദി ഇഭ്യ ഊചിവാൻ. എന്താണ് അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ കർമ്മം എന്താണ്? അലർക്കൻ, പ്രഹ്ലാദൻ എന്ന ഇവരുടെ ശിഷ്യന്മാരുടെ പേരാണ് പറയുന്നത്. ആരുടെ? ഈ അത്രി മഹർഷിയുടെ അനസൂയ മാതാവിന്റെയും പുത്രനായിട്ട് ഭഗവാൻ ജനിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ദത്താത്രേയൻ. കേട്ടിട്ടുണ്ടാവും അല്ലെ? ദത്താത്രേയൻ. എന്താണ്? ദത്താത്രേയൻ എന്ന് പറയുന്ന അവരുടെ പുത്രനായിട്ട് ജനിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. അലർക്കൻ, പ്രഹ്ലാദൻ എന്നുള്ളവർക്ക് എന്താണ്? അതീന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ദത്താത്രേയ മഹർഷി എന്ന് പറയുന്നത് ആരുടെ അവതാരമാണ്? ഭഗവാന്റെ ശക്തിയാവേശ അവതാരം തന്നെയാണ്. അതാരുടെ പുത്രനാണ്? അത്രി മഹർഷിയുടെയും അനസൂയ മാതാവിന്റെയും പുത്രനാണ്. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് അത്രി മഹർഷി അനസൂയ മാതാവിനെ കുറിച്ച്. എവിടെ കേട്ടു? നമ്മള് സീതാമാതാവ് രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് അത്രി അനസൂയ ദമ്പതിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെയ്യുന്നുണ്ട്. അനസൂയ മാതയാണ് സീതാമാതാവിന് ആ വളരെ വിശിഷ്ടങ്ങളായിട്ടുള്ള ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നത്. അവിടെ അത്രി അനസൂയ ദമ്പതിമാരുടെ മക്കളായിട്ട് ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും മഹേശ്വരനും അതായത് മഹാദേവനും വന്നിട്ട് 3 മക്കളായിട്ട് ജനിച്ച കാര്യവും നമ്മൾ കേട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് അയോധ്യാകാണ്ഡത്തിന്റെ അവസാനം പറയുന്നതാണ്. ദത്താത്രേയൻ, പിന്നെ ആരാണ്? സോമൻ, അതായത് സോമൻ, ചന്ദ്രദേവൻ അവരുടെ പുത്രനാണ്. ദത്താത്രേയൻ, സോമൻ, ചന്ദ്രദേവൻ, പിന്നെ ദുർവാസ മുനി മഹാദേവന്റെ അംശവും, ദത്താത്രേയൻ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരവും, പിന്നെ സോമൻ വന്നിട്ട് ബ്രഹ്മദേവന്റെ അംശവുമാണെന്നാണ് പറയുന്നത്. ഈ 3 പുത്രന്മാരെയുമാണ് അത്രി അനസൂയ ദമ്പതിമാർ വന്നിട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ പുത്രന്മാർ. അപ്പൊ ഇവരെ കുറിച്ചും നമ്മൾ കേട്ടു. ഇപ്പൊ പറയുന്നത് ഈ 6ാമത്തെ അവതാരത്തിനെ കുറിച്ച് സൂത ഗോസ്വാമി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആർക്ക്? ശൗനകാദി ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ്? ദത്താത്രേയൻ, അത്രി അനസൂയ ദമ്പതിമാരുടെ പുത്രൻ. ഇനി അടുത്തത് തഥാ സപ്തമ ആകൂത്യാം രുചേർ യജ്ഞോ അഭ്യജായതഃ സാ യമാദ്യൈ സുരഗണൈർ അപാത് സ്വയംഭുവന്തരം. തഥാ സപ്തമ ആകുത്യാം രുചേർ യജ്ഞോഭ്യജായതഃ സാ യമാദ്യൈ സുരഗണൈർ അപാത് സ്വയംഭുവന്തരം. ഇനി അടുത്ത അവതാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പേര്? പ്രജാപതി രുചി.
ആരാണ് പ്രജാപതി? ബ്രഹ്മദേവന്റെ പുത്രന്മാരാണ് പ്രജാപതിമാർ എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തില് പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ കൽപ്പിച്ചിട്ട് ഉണ്ടായ പുത്രന്മാരാണ് പ്രജാപതി എന്ന് പറയുന്നത്. പല പ്രജാപതിമാരും ഉണ്ട്. ദക്ഷ പ്രജാപതി, പിന്നെ എന്താണ്, അങ്ങനെ പല പ്രജാപതിമാരുടെയും പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രുചി എന്ന പ്രജാപതിയുടെ പേര് പറയുന്നു. ആ പ്രജാപതിയും പിന്നെ അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ആകുതി. രുചിയുടെയും ആകുതിയുടെയും പുത്രനായിട്ട് യജ്ഞ എന്ന പേരിൽ ഭഗവാന്റെ അവതാരം ഉണ്ടായി. ഇത് നമ്മള് മന്വന്തരം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, 14 മനുക്കളുടെ പേര് പറഞ്ഞില്ലേ. ഈ ഒരു മനുവിന്റെ പേരാണ് സ്വയംഭുവ മനു. ആ സ്വയംഭുവ മനുവിന്റെ ആ കാലഘട്ടത്തില് യജ്ഞ എന്ന് പറയുന്ന ആ ഒരു അവതാരം ആരുടെ പുത്രനായിട്ട് എടുത്തു? രുചി എന്ന് പറയുന്ന പ്രജാപതിയുടെയും ആകുതി എന്ന അദ്ദേഹത്തിന്റെ പത്നിയുടെയും മകനായിട്ട് യജ്ഞ എന്ന് പറയുന്ന അവതാരം ഭഗവാൻ എടുത്തു. പ്രജാപതി രുചിയുടെയും പത്നി ആകുതിയുടെയും പുത്രനായ യജ്ഞൻ 7ാമത്തെ അവതാരം. ഈ 7 എന്ന് പറയുന്നത് ക്രമത്തിലുള്ള 7 എന്നല്ല അർത്ഥമാക്കുന്നത്. സൂതഗോസ്വാമി 7ാമതായിട്ട് പറയുന്നതാണ്. സ്വയംഭൂവ മനുവിന്റെ പരിവർത്തന കാലഘട്ടം അദ്ദേഹത്തിന്റെ പുത്രനായ യമൻ തുടങ്ങിയ ദേവന്മാരുടെ സഹായത്തോടെ ഭരിച്ചിരുന്നത് അദ്ദേഹമാണ്. ഇതെല്ലാം നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. ഈ ആദ്യത്തെ കാൻഡോ എന്ന് പറയുന്നത് ഈ 6 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വെച്ചിട്ട് നിൽക്കും. ഈ 6 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതെല്ലാം സർഗം വിസർഗം പലതര അവതാരങ്ങളെ കുറിച്ചും പറയുന്നത് എല്ലാം വന്നിട്ട് ഇനി 2ാമത്തെ മുതൽ 10ാമത്തെ കാൻഡോ വരെ ഭഗവാനെ കുറിച്ച് വിവരിക്കുന്ന ആ ഒരു 10ാം സ്കന്ധം വരെ നമ്മൾ ഈ അവതാരങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കും. അപ്പോൾ ഇവിടെ നമ്മൾ യജ്ഞ എന്ന് പറയുന്ന ഭഗവാന്റെ അവതാരത്തെ പരിചയപ്പെടുത്തും. അടുത്തത് അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഉരുക്രമഃ ദർശയൻ വർത്മധീരാണാം സർവാശ്രമനമസ്കൃതം. എന്താണ്? അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഉരുക്രമഃ ദർശയൻ വർത്മധീരാണാം സർവാശ്രമനമസ്കൃതം. എന്താണ് അടുത്ത അവതാരം? ഇതും നമ്മൾ കേട്ടിട്ടില്ല. ഭഗവാന്റെ പേര് ഋഷഭദേവൻ. ഭാഗവതത്തിൽ വളരെയധികം നമ്മൾ എന്താണ് പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ് ഋഷഭദേവൻ എന്ന് പറയുന്നത്. ആ ഋഷഭദേവൻ ഭഗവാന്റെ ശക്തിയാവേശാവതാരമാണ്. ആരാണ് ഋഷഭദേവൻ? നാഭി എന്ന് പറയുന്ന രാജാവിന്റെയും മേരുദേവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പത്നിയുടെയും പുത്രനാണ്. 8ാമതായിട്ട് ഈ സൂതഗോസ്വാമി അവരോട് പറയുന്നത് ഈ അവതാരത്തെ കുറിച്ചാണ്. എന്താണ് ഈ അവതാരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഋഷഭദേവൻ എന്ന് പറയുന്നത് ഒരു രാജാവാണ്. പക്ഷെ അദ്ദേഹം ആ രാജാവ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തില്ല? അതിന്റെ അകത്ത് മഗ്നനായിട്ട് പോയില്ല. അദ്ദേഹം വർണ്ണാശ്രമ ധർമ്മത്തിൽ എല്ലാ വർണ്ണത്തിലും ആശ്രമത്തിലും ഉള്ളവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു തന്നു തന്റെ പുത്രന്മാർക്ക്. ഋഷഭദേവന്റെ മക്കൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ച്. അതായത് 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. 4 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇവരുടെ എല്ലാം കാര്യങ്ങളെക്കുറിച്ച്, എന്താണ് ഇവരവരുടെ സ്വഭാവ വിശേഷങ്ങൾ, ഇവർ ചെയ്യേണ്ടത് എന്താണ്, ഈ വർണ്ണങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. ഇനി 4 ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതില് ഈ പർപ്പോട്ടില് ശീല പ്രഭുപാദ് സന്യാസ ആശ്രമത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ചെറിയ ഒരു ഭാഗവും കൂടി നമുക്ക് അതിനകത്തുനിന്ന് നോക്കാം. ഇതിനകത്ത് സന്യാസ ആശ്രമം എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെയല്ല. സന്യാസ ആശ്രമത്തിന് തന്നെ 4 തരത്തിലുള്ള എലിവേറ്റഡ് ആയിട്ടുള്ള, അതായത് കൂട്ടീച്ചക, ബാഹുദക, പരിവ്രജക ആചാര്യ, പരമഹംസ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പരമഹംസന്മാരായിട്ടുള്ള പരിവ്രജക ആചാര്യന്മാർ, കൂട്ടീച്ചക, പിന്നെ എന്താണ് ബാഹുദക എന്നൊക്കെ പറയും. ഇവരെല്ലാം പലതരത്തിൽ ജീവിക്കുന്ന സന്യാസിമാർ തന്നെയാണ്, സന്യാസം തന്നെയാണ്. പക്ഷെ കൂട്ടീച്ചക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കുടില് കെട്ടി താമസിക്കുന്ന സന്യാസിമാരെയാണ്
കുട്ടിച്ചക്ക എന്ന് പറയുന്നത്. ബാഹുദക്ക എന്ന് പറയുന്നത് ഇനി അവരുടെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. പരിവ്രജക ആചാര്യ എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് നിൽക്കൂല. അവര് ഇങ്ങനെ ലോകം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ആത്മീയ ഉപദേശം നൽകിക്കൊണ്ടേയിരിക്കും. ഏറ്റവും മേലെയാണ് പരമഹംസ എന്ന് പറയുന്നത്. അപ്പോൾ ഋഷഭദേവൻ ഈ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പരമഹംസ സ്റ്റേജിലുള്ള ഒരു സന്യാസം ആയിരുന്നു. എന്താണ് ഈ സന്യാസിമാരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? അവര് ശാരീരിക അവബോധമുള്ള ആൾക്കാരല്ല. അവിടെ ഋഷഭദേവനെ കുറിച്ച് ഭാഗവതത്തിൽ വിവരിക്കുന്ന ആ സ്ഥലം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം വന്നിട്ട് വസ്ത്രം ധരിക്കുന്നത് പോലും ഒരു എന്താണ് നെസസിറ്റി, അതായത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട്. കാരണം അദ്ദേഹത്തിന് വന്നിട്ട് എന്തില്ല, ശാരീരിക അവബോധം പോലും ഇല്ല. അത് പരമഹംസ സ്റ്റേജിൽ എത്തിയ ആളായതുകൊണ്ടാണ് അങ്ങനെ. പലപ്പോഴും അദ്ദേഹത്തെ ആൾക്കാര് ഭ്രാന്തനായിട്ട് വിചാരിച്ചിരിക്കുന്നു. അദ്ദേഹം വസ്ത്രം ധരിക്കാതെയും അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് കിട്ടിയാലും ഭക്ഷണം കഴിക്കും. അതിനും ഇല്ല റെസ്ട്രിക്ഷൻസ്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന അദ്ദേഹത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അതും ആരാണ്? ഒരു രാജാവാണ് അദ്ദേഹം. പക്ഷെ ഈ പരമഹംസ സ്റ്റേജിൽ എത്തുമ്പോൾ അദ്ദേഹം വന്നിട്ട് ശാരീരിക അവബോധം ഇല്ലാതെ പെരുമാറുന്നത് കൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ മേല് തുപ്പുകയും ചെളിയെറിയുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ ഭാഗവതത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നു. നമുക്ക് ആ ഭാഗം എത്തുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിക്കാം എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് എന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പൊ നമ്മള് ആ പൊസിഷനിൽ അല്ലാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കറിയാം അല്ലേ? അതെന്ത് പറയുന്നു? അത് പറയുന്നത് സഹജീയ എന്ന് പറയും. നമ്മൾ ആ പൊസിഷനിൽ എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും ആ പൊസിഷന് ചേരുന്ന തരത്തിലുള്ള ബിഹേവിയർ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സഹജീയ എന്ന് പറയുന്നത്. പൊസിഷനിൽ എത്തിയിട്ട് അങ്ങനെ ചെയ്യുന്നതും ആ എത്തുന്നതിന് മുന്നേ അനുകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പരമഹംസ ലെവലിൽ ഉള്ള ആൾക്കാര് എന്ത് ചെയ്യും? ഈ തരത്തില് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം അവരുടെ ലെവൽ അതാണ്, അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? അനുകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇവിടെ പ്രഭുപാദ് പ്രത്യേകം പറയുന്നു, he became completely aloof from the material bodily needs, which is a rare stage not to be imitated by foolish men. Not to be imitated, അത് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രഭുപാദ് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതിനെ അനുകരിക്കാൻ പാടില്ല എന്ന്. എന്താണ് അനുകരിക്കാൻ പാടില്ല എന്ന്? അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ആണത്. നോട്ട് ടു ബി ഇമിറ്റേറ്റഡ് ബൈ ഫൂളിഷ് മെൻ ബട്ട് ടു ബി വർഷിപ്ഡ് ബൈ ഓൾ. ഋഷഭദേവൻ അങ്ങനെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഭൗതികമായ ശാരീരിക ആവശ്യകതകളിൽ നിന്നും പൂർണ്ണമായും അകന്നു നിന്നു. ആ ഘട്ടം മൂഢന്മാരാൽ അനുകരിക്കാനാകാത്ത എന്നാൽ എല്ലാവരും പൂജിക്കപ്പെടുന്ന അപൂർവമായ ഒരു അവസ്ഥയാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പരമഹംസ സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. അവധൂത എന്ന് പറയുന്ന സ്റ്റേജാണ്. അതായത് അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് വസ്ത്രം ധരിക്കാനുള്ള, കാരണം അദ്ദേഹത്തിന് ശാരീരിക അവബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും ഒരുപോലെയാണ്. ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരുപോലെയാണ്. എവിടെ കിടന്നുറങ്ങിയാലും ഒരുപോലെയാണ്. അദ്ദേഹത്തിന്റെ മേൽ ആൾക്കാർ എന്തൊക്കെ വലിച്ചെറിഞ്ഞു കളഞ്ഞാലും അദ്ദേഹം എന്ത് ചെയ്യുകയില്ല. അദ്ദേഹത്തിന് അതൊരു കാര്യമല്ല. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? ആത്മജ്ഞാനം. അങ്ങനെയുള്ള ആള് ഈ പുറമേ കാണിക്കുന്നത് എന്താണ്? അങ്ങനെയൊക്കെ അനുകരിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിനെ ആർക്കും അനുകരിക്കാൻ പറ്റുകയില്ല. ഋഷഭദേവൻ തന്റെ പുത്രന്മാർക്ക് പറഞ്ഞുകൊടുത്ത ജ്ഞാനവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഋഷഭദേവൻ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഋഷഭദേവൻ കാണിക്കുന്നത് പോലെ വസ്ത്രവും ധരിക്കാതെ കിട്ടുന്നതും കഴിച്ച് അങ്ങനെ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഋഷഭദേവൻ ആവുകയില്ല. ഇതാണ് നമ്മളോട് പറയുന്നത്. മൂഢന്മാരായ അനുകരിക്കാനാവാത്ത എന്നാൽ എല്ലാവരും പൂജിക്കപ്പെടുന്ന അപൂർവമായിട്ടുള്ള ഒരവസ്ഥയാണ് പരമഹംസ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ആരും ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാ. ഇതെല്ലാം നമ്മൾക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷെ ആ ലെവലിൽ എത്താതെ നമ്മൾ അങ്ങനെ പെരുമാറാൻ വേണ്ടിയിട്ട് വെറുതെ അനുകരിച്ചുകൂടാ എന്നാണ് പ്രഭുപാദ് പറയുന്നത്. ഓക്കെ, അടുത്തത് 14ാമത്തെ ശ്ലോകം. ഋഷിഭിർ യാചിതോ ഭേജേ നവമം പാർത്ഥിവം വപുഹു ദുഗ്ധേമം ഓഷധീർവിപ്രാസ് തേനായം സ ഉഷാത്തമഃ. എന്താണ്? ഋഷിഭിർ യാചിതോ ഭേജേ നവമം പാർത്ഥിവം വപുഹു
ദുഃഖേ മാം ഓഷധീർവിപ്രാസ് തേനായം സ ഉഷത്തമഃ. ഇവിടെ വേറൊരു രാജാവിന്റെ പേര് പറയുന്നു, പൃഥു എന്ന് പറയുന്ന രാജാവ്. പൃഥു മഹാരാജാവും ഭഗവാന്റെ ശക്തിയാവേശം അവതാരമാണ്. ഈ പറയുന്ന അവതാരങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഭാഗവതത്തിൽ പറയുന്ന അവതാരങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ അവതാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ദശമ അവതാരങ്ങളിൽ, അതായത് 10 അവതാരങ്ങളിൽ പറയുന്ന അവതാരങ്ങളല്ല. മത്സ്യ, കൂർമ്മ, വരാഹ, അതിനകത്ത് ആകെപ്പാടെ വരാഹമൂർത്തിയുടെ പേര് മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞുള്ളൂ. മത്സ്യ അവതാരത്തെക്കുറിച്ച്, നരസിംഹ അവതാരത്തെക്കുറിച്ച് ഒന്നും ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല. പക്ഷെ അതിനിടയ്ക്ക് നാരദ മുനിയെ കുറിച്ച്, കപില മുനിയെ കുറിച്ച്, യജ്ഞ, ദത്താത്രേയ, പിന്നെ ആരാണ്, ഋഷഭദേവ, പിന്നെ ഇപ്പൊ ആരെ കുറിച്ച് പറഞ്ഞു, പൃഥു മഹാരാജാവിനെ കുറിച്ച് പറഞ്ഞു. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, സന്യാസിമാരുടെ പ്രാർത്ഥനയാൽ 9ാമത്തെ അവതാരത്തിൽ ഭൂമിയെ സംസ്കരിച്ച് നിരവധി ഉൽപ്പന്നങ്ങൾ വിളവ് ചെയ്യിച്ച ഭഗവാൻ ഒരു രാജാവിന്റെ, അതായത് പൃഥു എന്ന രാജാവിന്റെ ശരീരം സ്വീകരിച്ചു. അക്കാരണത്താൽ ഭൂമി മനോഹരവും ആകർഷകവുമായി തീർന്നു. ഈ രാജാവിന്റെ കഥയും പറയും. ഏത്? 4ാമത്തെ ക്യാൻറ്റോയിൽ. വേനൻ എന്ന് പറയുന്ന ഒരു രാജാവ് വളരെയധികം എന്താണ്, നികൃഷ്ടനായിട്ടുള്ള പ്രവൃത്തികളെല്ലാം ചെയ്ത് എല്ലാവരെയും പിണക്കി ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവ്. ആ രാജാവ് ആരുടെ നിയന്ത്രണത്തിലാണോ രാജ്യം ഭരിക്കേണ്ടത്, അതായത് ബ്രാഹ്മണന്മാരുടെ നിയന്ത്രണത്തിലാണ് രാജ്യം ഭരിക്കേണ്ടത്. പക്ഷെ ഈ വേനൻ എന്ന് പറയുന്ന രാജാവ് അത്രയധികം അധർമ്മിയായിരുന്നത് കൊണ്ട് ഈ ബ്രാഹ്മണന്മാരെ തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? വധിച്ചു. ബ്രാഹ്മണന്മാർ, അതായത് വേനന്റെ പുരോഹിതന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാർ തന്നെ വേനൻ എന്ന് പറയുന്ന രാജാവിനെ വധിച്ചു. എന്തുകൊണ്ട്? വേനൻ അധർമ്മിയായതുകൊണ്ട്. അധർമ്മിയായിട്ടുള്ള ഒരാള് ഭൂമി ഭരിക്കാൻ വേണ്ടിയിട്ട് യോഗ്യനല്ല. ഇനി അപ്പൊ അവർ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ആരും ഇനി ആ വേനന് പുത്രന്മാരില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണന്മാർ വിചാരിച്ചില്ല, എങ്കിൽ പിന്നെ രാജാവില്ല, ഇനിയിപ്പം എന്ത് ചെയ്തേക്കാം, ഞങ്ങൾ തന്നെ രാജാവായേക്കാം എന്ന് അവർ വിചാരിച്ചില്ല. അതാണ് ബ്രാഹ്മണന്മാരുടെ പ്രത്യേകത. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്, വർണ്ണാശ്രമധർമ്മത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്ലാസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവര് ആ ഗുണങ്ങൾ ഉള്ളവരായതുകൊണ്ടാണ്. എന്തൊക്കെയാണ് ബ്രാഹ്മണരുടെ ഗുണം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ജന്മം കൊണ്ടല്ല അവർക്ക് വരേണ്ടത്, ഗുണം കൊണ്ടാണ് വരേണ്ടത്. എന്താണ് ബ്രാഹ്മണന്മാരുടെ ഗുണം എന്ന് പറയുന്നത്? യമോദമ തപശൗചം, ശമോദമ തപശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജ. ഈ 9 ഗുണങ്ങളുണ്ടെങ്കിൽ ആരും ബ്രാഹ്മണൻ എന്ന് അറിയപ്പെടും, അല്ലെങ്കിൽ വിളിക്കപ്പെടും. അല്ലാതെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് കൊണ്ടല്ല. അപ്പൊ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്തു? ഇവരുടെ രാജാവ്, അതായത് ആ രാജ്യത്തെ രാജാവ് എന്തായിരുന്നു? അധർമ്മിയായിരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണന്മാർ വന്നിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞ. ആയുധം വെച്ചല്ല കൊന്നത്. എന്തുകൊണ്ടാണ്? മന്ത്രം കൊണ്ടാണ് കൊന്നത്. അവർക്ക് അങ്ങനെയാണ് ചെയ്യുള്ളൂ, അല്ലാതെ അവർ ആയുധമൊന്നും എടുക്കത്തില്ല മറ്റേ ഇതിനെ പോലെ, അതായത് ക്ഷത്രിയന്മാരെ പോലെ. എന്നിട്ട് അവര് ചിന്തിച്ചോ, എന്തായാലും രാജ്യം അനാഥമായി, ഇനിയിപ്പോ ഞങ്ങൾ ഭരിക്കാം എന്നും പറഞ്ഞിട്ട് ഇല്ല, അവർക്ക് രാജ്യം ഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ് തങ്ങളുടെ ജോലിയെന്ന് നന്നായിട്ട് അറിയാം. ഇനി എന്ത് ചെയ്യും? ആ വേനന്റെ ശരീരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ശരീരത്തെ കടഞ്ഞെടുക്കുന്ന ഒരു പുത്രനാണ് പൃഥു. ആ രാജാവിന്റെ ശരീരം വന്നിട്ട് കടഞ്ഞെടുത്തു ഈ ബ്രാഹ്മണന്മാര് തന്നെ. അങ്ങനെ ജനിച്ച പുത്രനാണ് പൃഥു എന്ന രാജാവ്. ആ പൃഥു എന്ന രാജാവ് വളരെയധികം ധർമ്മിഷ്ഠനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഭൂമി വളരെ മനോഹരവും ആകർഷകവുമായി തീർന്നു. എന്നിട്ട് എന്താണ്, അദ്ദേഹം അനവധി ഉൽപ്പന്നങ്ങൾ വിളവ് ചെയ്യിച്ചെടുത്തു. അതായത് ഭൂമിയെ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി? പ്രോസ്പെറസ് ആക്കാൻ വേണ്ടിയിട്ട്, ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടി വന്ന ഭഗവാന്റെ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ അവതാരത്തെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കും. ആരാണ്? പൃഥു മഹാരാജാവ്. അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? രൂപം സാജഗൃഹേ മാത്സ്യം ചക്ഷുഷോദാധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാം ആപദ് വൈവസ്വതം മനും. രൂപം സാജഗൃഹേ മാത്സ്യം ചക്ഷുഷോദാധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാം ആപദ് വൈവസ്വതം മനും. എന്താണ് ഇത്? മത്സ്യാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. രൂപം, ഏത് രൂപം? സ, അദ്ദേഹം, സ, ഹി, അദ്ദേഹം, ആര്? സ, ഭഗവാൻ. ജാഗൃഹേ, അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സ്വീകരിച്ചു.
മാത്സ്യം രൂപം, മത്സ്യാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. എവിടെ? ചക്ഷുഷ മന്വന്തരത്തില് അവസാനം വന്നിട്ട് ഒരു പ്രളയം ഉണ്ടാകുന്നു. മന്വന്തരത്തിന്റെ അവസാനം പ്രളയം ഉണ്ടാകുന്നു എന്ന് പല ആചാര്യന്മാരും വന്നിട്ട് റെഫറൻസ് തരുന്നത് ഈ ഒരു പർപ്പൂട്ടിനകത്ത് പ്രഭുപാദ് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട. ഇവിടെ നമ്മൾ മത്സ്യാവതാരത്തെ കുറിച്ച് മാത്രം പറയാം. എന്തിനാണ്? ചക്ഷുഷ മന്വന്തരത്തിന്റെ അവസാനം വന്നിട്ട് ഒരു സമ്പൂർണ്ണ പ്രളയം ഉണ്ടായി. ആ സമയത്ത് ഭഗവാൻ വന്നിട്ട് സത്യവ്രതൻ എന്ന ഒരു രാജാവിനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മത്സ്യാവതാരം സ്വീകരിച്ചു. വൈവസ്വത മനു, അതായത് സത്യവ്രത രാജാവിനാണ് വൈവസ്വത മനു എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ കിട്ടുന്നത്. വീണ്ടും ആ വൈവസ്വത മനുവിനെ വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മത്സ്യാവതാരം സ്വീകരിക്കുന്നത്. ഇതും നമ്മൾ അടുത്ത ക്യാൻഡോസിൽ കേൾക്കും. അപ്പോൾ ഇവിടെ മത്സ്യാവതാരത്തെ കുറിച്ച് പറയുന്നു. ചക്ഷുഷ മന്വന്തരത്തിന്റെ അവസാനം സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ്, അടുത്ത മനു, അതായത് വൈവസ്വത മനു. ഈ മനു എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയല്ല, അതൊരു പൊസിഷനാണ്. ആർക്കാണോ ആ ഒരു ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി ഉള്ളത്, അവർ വന്നിട്ട് എന്തായി മാറും? അടുത്ത മനുവായിട്ട് മാറും. ഈ ചക്ഷുഷ മന്വന്തരം കഴിഞ്ഞിട്ട്, ചക്ഷുഷ എന്ന് പറയുന്ന മനുവിന്റെ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് അടുത്ത വൈവസ്വത മനു, വിവസ്വാൻ എന്ന് കേട്ടിട്ടില്ലേ? വൈവസ്വത മനു ആരാണ്? സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവാണ് ആ വൈവസ്വത മനുവായി മാറുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മത്സ്യാവതാരം എടുത്തത്. പ്രളയത്തിൽ വന്നിട്ട് ഭഗവാൻ വന്നിട്ട് പലതരത്തിലുമുള്ള അവതാരങ്ങൾ എടുത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് മത്സ്യാവതാരത്തെ കുറിച്ചാണ്. ആദ്യത്തെ അവതാരം നമ്മൾ ഇപ്പോഴാണ് പറയുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞത്. ഇത് വന്നിട്ട് ക്രമമായിട്ട് ഇന്ന അവതാരം എന്ന് പറഞ്ഞ് നമ്മൾ ആ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്ന് പറഞ്ഞ് പഠിച്ച അവതാരങ്ങളല്ല. ഇത് 22 ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച്. അതിൽ പലതും ലീലാവതാരങ്ങളാണ്. ഇത് മത്സ്യാവതാരം വന്നിട്ട് ലീലാവതാരമാണ്. വരാഹമൂർത്തി വന്നിട്ട് ലീലാവതാരമാണ്. കപിലമുനി, കുമാരന്മാർ, നാരദ മഹർഷി, യജ്ഞ, പിന്നെ ദത്താത്രേയ, പിന്നെ ആരാണ്? പൃഥു മഹാരാജ്, ഇവരെല്ലാം വന്നിട്ട് ശക്തിയാവേശ അവതാരങ്ങളാണ്. അപ്പൊ അങ്ങനെ പല കാറ്റഗറിയിലുള്ള അവതാരങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂത ഗോസ്വാമി പറയുന്നത്. അപ്പോ അടുത്തത് സുരാസുരാണാം ഉദധീം മഥ്നന്തം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭുഃ. സുരാസുരാണാം ഉദധീം മഥ്നാതം മന്ധരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭുഃ. അടുത്തത് ആരെ കുറിച്ചാണ്? കൂർമാവതാരം. കമഠരൂപേണ, കമഠ എന്ന് പറഞ്ഞാൽ കൂർമ്മരൂപം, ആമ ഇല്ലേ? എങ്ങനെയാണ് വന്നത്? സുര അസുരാണാം ഉദധീം മന്ഥനം മന്ധരാചലം. മഥ്നന്താം മന്ധരാചലം. മന്ധര പർവ്വതത്തിനെ കടകോലായി വെച്ചുകൊണ്ട് പാലാഴി കടയാൻ വേണ്ടിയിട്ട് സുരന്മാരും അസുരന്മാരും എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ശ്രമിക്കുന്നു. എന്തിന്? അമൃതത്തിനെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ സമയത്ത് മന്ധരപർവ്വതം വന്നിട്ട് ഇളകി തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് സ്റ്റേബിൾ ആവാതെ വാസുകി അതിനെ ചുറ്റിക്കൊണ്ട് വാസുകിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കടകോല് ആരാണ്? മന്ധരപർവ്വതമാണ്. അപ്പൊ മന്ധരപർവ്വതം വന്നിട്ട് അതിനെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? മന്ധരപർവ്വതത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കൂർമ്മരൂപത്തിൽ വരും. കൂർമാവതാരം എന്ന് പറയും. കൂർമാവതാരം. അപ്പൊ കൂർമാവതാരം എന്ന് പറയുന്നത് എന്തിനാണ്? ഭഗവാൻ എത്ര വിസ്തൃതമായിട്ടുള്ള അവതാരമാണ് എന്ന് ആ കൂർമാവതാരം ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് പറയുന്നത്. എത്രയോ കോടിക്കണക്കിന് മൈലുകളാണ് കൂർമ ദേവന്റെ വന്നിട്ട് ഉപരിതലം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ പുറന്തോടെന്ന് പറയുന്നത്. ഇനി ഭഗവാൻ എന്തിനാണ് അങ്ങനെ ഒരു അവതാരം എടുത്തെന്ന് ചോദിച്ചാൽ പുരാണത്തിൽ പറയുന്നു ഭഗവാന്റെ പുറത്ത് ഒരു ചെറിയ ചൊറിച്ചിലുണ്ടായി. ആ ചൊറിച്ചിലിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മന്ദരാചലത്തിന് താഴെ പോയിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആചാര്യന്മാരുടെ വിവർത്തനങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇവിടെ കൂർമ്മ രൂപം എന്ന് പറയുന്നത് എന്തിനാണ്? സുരാസുരന്മാർ വന്നിട്ട് പാലാഴി മഥനം ചെയ്യുന്ന സമയത്ത് മന്ധരാചല ഇളകിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കൂർമാവതാരം എടുത്തതിന് ശേഷം അദ്ദേഹം ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? മന്ധരപർവ്വതത്തിനെ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേലേന്ന് മന്ധരപർവ്വതത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറൊരു അവതാരം എടുക്കും. അജിത
എന്ന് പറയും. എന്താണ്? അജിത. അപ്പോൾ ഒരേ മന്വന്തരത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഭഗവാൻ 3-4 അവതാരങ്ങൾ എടുക്കും. ഈ കൂർമാവതാരം, അതിനുശേഷം അജിത, പിന്നെ ഈ അമൃതകുംഭത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹിനി മൂർത്തി. ഈ ഒരു സമയത്ത് തന്നെ, ഒരു യുഗത്തിൽ തന്നെ പല അവതാരങ്ങളും എടുത്തു. ഓക്കെ. അപ്പൊ 11ാം അവതാരത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? കൂർമ്മരൂപം. അസുരന്മാർ കടക്കോലായി ഉപയോഗിച്ച മന്ദരപർവ്വതത്തിന് ആധാരകീലമായി തന്റെ വൽക്കം, പുറന്തോട് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അപ്പോ 11 അവതാരങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു അല്ലേ? പലതരത്തിലുള്ള അവതാരങ്ങൾ. ഇതൊരു ലീലാവതാരമാണ്. എന്ത് ലീലയ്ക്ക് വേണ്ടിയിട്ട്? സമുദ്രമന്ഥന ലീലയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത അവതാരമാണ് കൂർമ്മരൂപം എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന് ലീലാവതാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായയത് സുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രീയഃ. എന്താണ്? ധാന്വന്തരം ദ്വാദശമം, 12ാമത്തെ അവതാരം ധന്വന്തരി മൂർത്തി. പാലാഴിയിൽ നിന്നും അമൃതകുംഭവുമായിട്ട് വന്ന ധന്വന്തരി മൂർത്തി. ഇവിടെ 12ാമത്തെ അവതാരം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന 12ാമത്തെ അവതാരം എന്നാണ് പറയുന്നത്. ത്രയോദശമമേവ ച. ഇനി 13ാമത്തെ അവതാരം അവിടെ തന്നെ ഭഗവാൻ എടുത്തു. എന്താണ്? അപായയത് സുരന മോഹിന്യ. എന്താണ്? മോഹിനി മൂർത്തി. അപായയത് സുരാൻ അന്യാൻ മോഹിന്യ മോഹയൻ സ്ത്രീയ. സ്ത്രീ രൂപത്തിൽ ഭഗവാൻ വന്നു മോഹിനി മൂർത്തിയായിട്ട്. വളരെ കേട്ടിട്ടുണ്ട് അല്ലെ? കേൾവി കേട്ട അവതാരമാണ്. മോഹിനി എന്ന പേരിന്റെ അർത്ഥം ഭഗവാൻ അത്രയധികം മോഹിപ്പിക്കുന്ന ഒരു സ്ത്രീ രൂപമാണ് ഉണ്ടായിരുന്നത്. എന്താണ്? 12ാം അവതാരത്തിൽ ഭഗവാൻ ധന്വന്തരിയായി പ്രത്യക്ഷപ്പെട്ടു. 13ാമത്തെ അവതാരത്തിൽ ഒരു സ്ത്രീയുടെ വശ്യമനോഹാരിതയോടെ നാസ്തികരെ പ്രലോഭിപ്പിക്കുകയും അമൃതം ദേവന്മാർക്ക് പാനം ചെയ്യാൻ നൽകുകയും ചെയ്തു. ആരാണ്? മോഹിനി മൂർത്തിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് 17ാമത്തെ ശ്ലോകം വെച്ച് ഇത് നിർത്താം. ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലേ? ഈ അവതാരങ്ങളൊന്നും നമ്മളുടെ ദശാവതാര സ്തോത്രത്തിൽ വരുന്ന അവതാരങ്ങളല്ല. അതിനകത്ത് മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം വരെ മാത്രമേ ഈ ദശാവതാരത്തിൽ നമ്മൾ കണ്ടുള്ളൂ. ബാക്കി എല്ലാ അവതാരങ്ങളെയും കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ അവതാരങ്ങളാണ്? ഇത് പലതരത്തിലുള്ള അവതാരങ്ങളാണ്. ഭഗവാന്റെ ഗുണാവതാരങ്ങളെ കുറിച്ചും പുരുഷാവതാരങ്ങളെ കുറിച്ചും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 തരത്തിലുള്ള പുരുഷാവതാരങ്ങൾ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. 3 തരത്തിലുള്ള ഗുണാവതാരങ്ങൾ. ലീലാവതാരങ്ങൾ, മന്വന്തര അവതാരങ്ങൾ, ശക്തിയാവേശ അവതാരങ്ങൾ, പിന്നെ എന്താണ്? ലീലാവതാരങ്ങൾ, ശക്തിയാവേശ അവതാരങ്ങൾ, മന്വന്തര അവതാരങ്ങൾ, ഇതെല്ലാം വന്നിട്ട് പലതരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.